ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞ്, ഇൻ എ സ്കൂൾ ദർ ആർ 20 ഗേൾസ് ആൻഡ് 25 ബോയ്സ് ഇൻ മാത്സ് ക്ലബ്ബ്. അതായത് ഒരു സ്കൂളിൽ എന്തുണ്ട്, ഗണിത ക്ലബ്ബില് 20 ഗേൾസും ഉണ്ട് 25 ബോയ്സ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. ഇനി എന്താ നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കണേ, ഇൻ സയൻസ് ക്ലബ്ബ് ദർ ആർ 35 ഗേൾസ് ആൻഡ് 15 ബോയ്സ്. അതായത് സയൻസ് ക്ലബ്ബിൽ എത്ര കുട്ടികളുണ്ട്, 35 പെൺകുട്ടികളും ഉണ്ട് 15 ആൺകുട്ടികളും ഉണ്ട്. ഇനി എന്താ നമ്മളോട് പറഞ്ഞേ, വൺ സ്റ്റുഡന്റ് ഈസ് ടു ബി സെലക്ടഡ് ഫ്രം ഈച്ച് ക്ലബ്ബ്. അതായത് 2 ക്ലബ്ബിൽ നിന്നും ഓരോ കുട്ടിയെ വീതം എടുത്താൽ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ. എന്താ മക്കളെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് 2 ക്ലാസ്സിന് 10A ക്ലാസ്സിനും 10B ക്ലാസ്സിനും ഓരോ കുട്ടികളെടുത്ത് നമ്മൾ എന്താ ചെയ്യല്. ആദ്യം നിങ്ങളോട് ഞാൻ കാണാൻ പറഞ്ഞത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ആണ്. എപ്പോഴും ആദ്യം കാണേണ്ടത് ആകെ ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അത് തന്നെയാണ് നമ്മളോട് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ എന്ന് പറഞ്ഞാലും. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ആണ്. എങ്ങനെ മക്കളെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ആണ്? നമുക്ക് തന്നത് എന്താണ്, മാത്സ് ക്ലബ്ബിൽ മൊത്തം 20 ഗേൾസും 25 ബോയ്സും 45 കുട്ടികളുണ്ട്. അതേപോലെ സയൻസ് ക്ലബ്ബിൽ എത്ര ഉണ്ട്, 35 ഗേൾസും 15 ബോയ്സും എത്ര കുട്ടികളുണ്ട്, ടോട്ടൽ 50 കുട്ടികളുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കാണുക, ആദ്യത്തിൽ എത്ര കുട്ടികളുണ്ട് നോക്കുക ഇൻറ്റു രണ്ടാമത്തിൽ എത്ര കുട്ടികളുണ്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 45 ഇൻറ്റു 50 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും, 2250 ആൻസർ കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് എത്ര കിട്ടി നമുക്ക്, 2250 കിട്ടി. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കണേ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. അതായത് രണ്ടിനും പെൺകുട്ടി കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ആദ്യത്തിൽ എത്ര ഗേൾസ് ഉണ്ട് നോക്കുക, 20 ആണ്. രണ്ടാമത്തിൽ എത്ര ഗേൾസ് ആണ്, 35 ആണ്. എങ്ങനെ നമ്മൾ ബോത്ത് ബീയിങ് ഗേൾസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തിൽ എത്ര കുട്ടികൾ ഉണ്ട് നോക്കുക ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ഗേൾസ് ഉണ്ട് നോക്കുക ഡിവൈഡഡ് ബൈ താഴെ എപ്പോഴും എന്താ ചെയ്താ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ആണ്. അങ്ങനെയാണ് നമുക്കറിയാം എന്താ 20 ഇൻറ്റു 35 പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 700 ആണ്. 700 ഡിവൈഡ് ബൈ എത്ര വരും, 2250 ആൻസർ കിട്ടും. ഇനി എന്താ അടുത്ത ചോദിച്ചിരിക്കുന്നത്, അടുത്ത ചോദിച്ചാൽ നമ്മളോട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. അതായത് രണ്ടിനും ആൺകുട്ടി കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മള് ആദ്യത്തിൽ എത്ര ആൺകുട്ടി ഉണ്ട് നോക്കുക ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്. മക്കളെ ആദ്യത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്, 25 അല്ലേ. അപ്പൊ 25 ഇൻറ്റു രണ്ടാമത്തിൽ എത്ര ആൺകുട്ടികളുണ്ട്, 15 ആണ്. ഡിവൈഡ് ബൈ താഴെ നമ്മൾ എന്താ ചെയ്താ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ഈസ് ഈക്വൽ ടു എത്ര മക്കളെ, 25 ഇൻറ്റു 15 പറഞ്ഞ 25 ഇൻറ്റു 10 പറഞ്ഞ 250. 250 എത്ര വരും, 175 കൂടി കൂട്ടിയാൽ 375 കിട്ടും. ഡിവൈഡ് ബൈ എത്ര കിട്ടും നമുക്ക്, 2250 വരും. അതായത് രണ്ടും ആൺകുട്ടിയാവുള്ള സാധ്യത എത്ര കിട്ടി നമുക്ക്, 375 ഡിവൈഡ് ബൈ 2250 കിട്ടി. ഇനി എന്താ നമ്മളോട് ലാസ്റ്റ് ചോദിച്ചത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. എന്താ മക്കളെ അറ്റ്ലീസ്റ്റ് 1 ബോയ് പറഞ്ഞ ഒരാൺകുട്ടിയെങ്കിലും ആവാനുള്ള സാധ്യത അല്ലേ ചോദിച്ചത്. ഒരാൺകുട്ടിയെങ്കിലും ആവുക പറഞ്ഞ എന്തില്ലാതിരുന്നാ മതി, 2 ഗേൾസ് ആവാതിരുന്നാ മതിയില്ലേ. ഒന്നെങ്കിലും ആൺകുട്ടി ആവുക പറഞ്ഞാൽ 2 ഗേൾസിൽ നമുക്ക് ഒഴിവാക്കിയാൽ മതിയില്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആകെ എത്ര പേഴ്സ് ആണ്, 2250 പേഴ്സ് ആണ്. ഇതിന്ന് എന്ത് കുറച്ചാൽ മതി മക്കളെ, അറ്റ്ലീസ്റ്റ് 1 ബോയ് പറഞ്ഞു, ഒരു ബോയ് എങ്കിലും ആവണം എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ 2 ഗേൾസിലത് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, 700 ആണ്. അപ്പൊ ടോട്ടൽ പേഴ്സിന് എന്ത് കുറച്ചാൽ മതി, 2 ഗേൾസിലത് കുറച്ചാൽ മതി. അങ്ങനെ എന്ത് വരും, 2250 മൈനസ് 700 ഡിവൈഡ് ബൈ താഴെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് ആണ്. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും, 1550 ഡിവൈഡഡ് ബൈ 2250 കിട്ടും. അതായത് അറ്റ്ലീസ്റ്റ് 1 ബോയ് നമുക്ക് എത്ര കിട്ടി, 1550 ഡിവൈഡ് ബൈ 2250 കിട്ടി. ഇനി നമ്മളോട് ചോദിക്കാണ് അറ്റ്ലീസ്റ്റ് 1 ഗേളിനെ കാണാനുള്ളതാണെങ്കിലോ, അതായത് ഒരു പെൺകുട്ടിയെങ്കിലും ആവാനുള്ള സാധ്യത ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു പെൺകുട്ടിയെങ്കിലും ആവുക പറഞ്ഞാൽ ആകെ ജോഡിന്ന്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സിന് എന്ത് കുറച്ചാൽ മതി മക്കളെ, 2 ബോയിൽ ഇത് കുറച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് 1 ബോയ് പറഞ്ഞാൽ ടോട്ടൽ പേഴ്സിന് ബോത്ത് ഗേൾസ് കൊടുക്കുക, അറ്റ്ലീസ്റ്റ് 1 ഗേൾ പറഞ്ഞാൽ ടോട്ടൽ പേഴ്സിന് ബോത്ത് ബോയ്സ് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ആർക്കും തെറ്റാതെ തന്നെ ഈസി ആയി ചെയ്യാൻ കഴിയും. അപ്പൊ മക്കളെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ, 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈസി ആയി ചെയ്യാം കേട്ടോ മക്കളെ. അപ്പൊ നോക്കി, ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ. ചിത്രത്തിൽ എന്താ തന്നിട്ടുണ്ട്, O വൃത്തത്തിന്റെ കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. വേറെ എന്താ മക്കളെ നമുക്ക് തന്നിക്കണേ, ആംഗിൾ OBD ഈക്വൽ ടു 20 ഡിഗ്രി. ഏതോ ആംഗിൾ OBD പറഞ്ഞ ആംഗിൾ 20 ഡിഗ്രിയും തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നിക്കണേ, ആംഗിൾ BDC ഈക്വൽ ടു 30 ഡിഗ്രി. BDC പറഞ്ഞ ആംഗിൾ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത്ര കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിക്കണേ. ഇനി എന്താ നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ആംഗിൾ ODB എത്രയെന്നാണ്. അപ്പൊ മക്കളെ ഏത് ആംഗിൾ ODB, ആംഗിൾ ODB പറഞ്ഞ ഈ റെഡ് കളർ മാർക്ക് ചെയ്ത ആംഗിൾ അല്ലേ, ഇതല്ലേ മക്കളെ ആംഗിൾ ODB. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, ഏതാണ് നമ്മളെ കൺസെപ്റ്റ്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം OBയും ODയും ഈ വൃത്തത്തിന്റെ എന്താണ്,
ആരങ്ങളാണ്. ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേ OBയും ODയും. അങ്ങനെയാണ് ഇത് എന്ത് ട്രയാങ്കിൾ ആക്കാരം മക്കളെ? ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. സമപാർശ്വ ത്രികോണാക്കാരം. എന്താ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത? രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, രണ്ട് കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും മക്കളെ? 20 ഡിഗ്രി എന്ന് വരൂലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി? 20 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ആംഗിൾ ODB എത്ര മക്കളെ? 20 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്താ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ BOD. ആംഗിൾ BOD പറഞ്ഞ ഈ റെഡ് കളർ മാർക്ക് ചെയ്താലേ, അതായത് നമ്മളെ സെൻട്രൽ ആംഗിൾ അല്ലേ ആംഗിൾ BOD. എങ്ങനെ മക്കളെ അത് കണ്ടുപിടിക്കുന്നേ? അപ്പൊ നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിൾ നമുക്ക് 20 20 തന്നിട്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഇന്ന് എന്തൊക്കെ കൂട്ടിയത് കുറച്ചാൽ മതി? 20 + 20 = നമുക്ക് എത്ര കിട്ടും മക്കളെ? 180 - 40 = 140 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് എന്ത് സെൻട്രൽ ആംഗിൾ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 140 ഡിഗ്രി എന്ന് കിട്ടി സെൻട്രൽ ആംഗിൾ. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? ആംഗിൾ BAD അല്ലേ? ആംഗിൾ BAD പറഞ്ഞ ഈ ആംഗിൾ അല്ലേ? അതെങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞതാണ്. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ സെൻട്രൽ ആംഗിൾ 140 ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആക്കണം മക്കളെ? 140ന്റെ പകുതി അറിഞ്ഞാൽ 70 ഡിഗ്രി എന്ന് കിട്ടും. അതായത് നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടി? 70 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? ആംഗിൾ BCD. ആംഗിൾ BCD പറഞ്ഞ ഈ ആംഗിൾ അല്ലേ? ഈ റെഡ് കളർ ഞാൻ മാർക്ക് ചെയ്ത ആംഗിൾ അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? ഏത് നമ്മുടെ കൺസെപ്റ്റ് മക്കളെ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ, ഒരു ചക്രീയ ചതുർഭുജാണെങ്കിൽ എതിർ കോണുകൾ കൂട്ടിയ 180 ഡിഗ്രി കിട്ടും നമ്മൾ പഠിച്ചിട്ടില്ലേ? ABCD പറഞ്ഞത് എന്ത് ക്വാഡ്രിലാറ്ററൽ മക്കളെ? സൈക്ലിക് ആണ്. കാരണം എന്താണ്? 4 വെർട്ടീസസും എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്. 4 മൂലകളും വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും നമ്മൾ? ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എതിർ കോണുകൾ കൂട്ടിയ 180 കിട്ടൂലേ? ആംഗിൾ Aയും ആംഗിൾ Cയും കൂട്ടി എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BCD പറഞ്ഞ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും കൂട്ടിയ 180 കിട്ടും. അതിന് ആംഗിൾ A നമ്മൾ 70 ഡിഗ്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. = 180 - 70 നമുക്ക് എത്ര കിട്ടും മക്കളെ? 110 ഡിഗ്രി എന്ന് കിട്ടും ആൻസർ. അപ്പൊ നമുക്ക് അതും കിട്ടി. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയും ആംഗിൾ COD. ഏത് ആംഗിൾ COD? COD പറഞ്ഞത് ഈ ആംഗിൾ ആണ്. ഇത് മാത്രമുള്ളൂ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് കൺസെപ്റ്റ് ആണ്. ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്, ഈ ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത്ര കൺസെപ്റ്റുകൾ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമുള്ളൂ ഒന്ന് ബുദ്ധിമുട്ട് വരുന്നത്. എന്നാലും നമുക്ക് സിമ്പിൾ ആയി ചെയ്യാൻ കഴിയും. ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഈസിയായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം ആംഗിൾ COD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ COD പറഞ്ഞ ട്രയാംഗിൾ ഒന്ന് എടുത്ത് മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെ മക്കളെ നോക്ക്, COD പറഞ്ഞതല്ലേ? ഈ COD ഞാനൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, നമ്മളിവിടെ 20 ഡിഗ്രി കണ്ടുപിടിച്ചിട്ടുണ്ടായില്ലേ? ഈ BDO പറഞ്ഞ ആംഗിൾ. പിന്നെ അതിന്റെ പകരം 20 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്ക്, ഈ OCയും ODയും ഈ സർക്കിളിന്റെ എന്താണ്? റേഡിയസ് അല്ലേ? നോക്ക് മക്കളെ, OC പറഞ്ഞാലും OD പറഞ്ഞാലും ഈ സർക്കിളിന്റെ എന്താണ്? റേഡിയസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ഇത് എന്ത് ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞൂടെ? നമുക്ക് ഐസോസിലസ് ട്രയാംഗിൾ അല്ലേ? OCയും ODയും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാംഗിൾ നമുക്ക് എന്ത് വിളിക്കാം? സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കാം. അങ്ങനെ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, രണ്ട് കോണുകളും തുല്യമായിരിക്കും. രണ്ട് വശങ്ങൾക്ക് എതിരില്ല രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിനെ ഈക്വൽ ആക്കണം. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. കാരണം ഇത് മൊത്തം എത്ര മക്കളെ? 50 അല്ലേ? 30 + 20 = 50. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 50 ഡിഗ്രി എന്ന് വരും. ഏത് കൺസെപ്റ്റ് പ്രകാരം? ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിളും 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമ്മളോട് അതാണോ ചോദിച്ചത്? ആംഗിൾ OCD ആണോ ചോദിച്ചത് ക്വസ്റ്റ്യനിൽ? അല്ല, ആംഗിൾ ഏതാ ചോദിച്ചിരിക്കണേ? COD ആണ്. അപ്പൊ ആംഗിൾ COD പറഞ്ഞ ഈ ആംഗിൾ അല്ലേ? അതെങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? മൊത്തം 180 ആണ് നമുക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 180 ആണ്. അതിന് എന്തൊക്കെ ആഡ് ചെയ്ത് കുറച്ചാൽ മതി? 50 + 50 അല്ലേ? അതായത് 50 + 50 = 180 - 50 + 50 പറഞ്ഞാൽ നമുക്കറിയാം 100 ആണ്. = എത്ര ഡിഗ്രി എന്ന് കിട്ടും മക്കളെ? 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എത്ര വേഗം ഈസിയായി ആൻസർ ചെയ്ത് കണ്ടില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അടിപൊളി ആൻസർ ചെയ്യാട്ടോ മക്കളെ.